മലയാള ചാനൽ തുറന്നാല് ഇപ്പൊ കാണുന്ന യുദ്ധത്തിന്റെ ന്യൂസാണ് ഇറാനും ഇസ്രായേലായിട്ടുള്ളത്. യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾക്കും അറിയാത്ത കാര്യങ്ങൾക്ക് ഇവർക്കറിയാം. എന്തൊക്കെയാണ് യുദ്ധ നിരൂപകൻ, യുദ്ധ നിരീക്ഷകൻ, അതുപോലെ തന്നെ വിദേശകാര്യ യുദ്ധ നിരൂപകൻ, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പേരിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് സ്റ്റുഡിയോ റൂമിൽ ഇതിന് ഇങ്ങനെ ചർച്ച നടത്തുകയാണ്. ആരും ബാക്കിലില്ല. ഓൺലൈനുകാരുണ്ട്, മറ്റുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. പള്ളി അങ്ങോട്ട് മറിക്കുന്നത് തന്നെ. ഏതൊക്കെ ജാതിയാന്ന് വരുന്നത് കണ്ടെങ്കിൽ ചിരി വരുന്നു. ഞാനേ കോമഡി പടം കാണുന്നതൊക്കെ നിർത്തിയിട്ടാ ഇപ്പൊ ഇത് കാണുന്നത്. ഭയങ്കര രസാ. നിങ്ങളൊന്ന് കണ്ടോക്ക്. ഇറാന്റെ മിസൈൽ ശേഖരങ്ങളെല്ലാം തന്നെ ഭൂഗർഭ എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹു തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയോടാണ് നിലനിൽക്കുന്നത്. അതാക്കാൻ ഒരു വെറും ആക്രമണം കൊണ്ട് കഴിയില്ല എന്നുള്ളത് ഇസ്രായേൽ സമ്മതിക്കുന്നു, അമേരിക്കയെ സമ്മതിക്കുന്നു, എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. തീവ്രവാദ സംഘടനകൾക്ക് പണവും ആയുധവും പരിശീലനവും നൽകി സഹായിച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ. നിലനിൽപ്പിന് വേണ്ടി പോരാടുമ്പോൾ ഏത് രീതിയിൽ ആണെങ്കിലും എന്ത് ചത്തിട്ടും കൊന്നിട്ടുമാണെങ്കിലും ശരി നേടിയെടുത്തിരിക്കും. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ശത്രുത തുടങ്ങിയത് അടുത്ത കാലത്താണ്. അതിനു മുമ്പ് സുഹൃത്തുക്കൾ മാത്രമല്ല, അറബ് രാജ്യങ്ങൾക്കെതിരായ പ്രതിരോധ കൂട്ടുകെട്ടായി ഇസ്രായേലിന്റെ കണക്കുകൂട്ടല് ഇന്ന് ഇവിടുത്തെ ഇന്ത്യൻ പത്രങ്ങളെ ഞാൻ ചിരിച്ചു. അത് വാസ്തവം പറയുകയാണെങ്കിൽ രാവിലെ വായിച്ചു. ഇറാൻ എണീറ്റ് നിൽക്കാൻ നിവൃത്തിയില്ലാതെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അധികകാലം ഇറാൻ ഇസ്രായേലിനെ പിടിച്ചു നിൽക്കും.